അതുപോലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും ഇന്ത്യക്ക് മാതൃകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ത്യക്ക് മാതൃകയാണെങ്കിൽ ആ മാതൃകയായ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു. ഞാൻ അതിൻ്റെ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. ചില നേതാക്കളുടെ പ്രസ്താവന വായിച്ചു. എന്താ വെന്റിലേറ്റർ? ആർക്കതിൻ്റെ ഗുണം? നിങ്ങൾക്ക് വിമർശിക്കാം, ചൂണ്ടിക്കാണിക്കാൻ തർക്കമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്ത് ഈ സിസ്റ്റത്തെ ആകെ തകർക്കുന്നതിനോട് കൂട്ടിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ മുകളിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ മോശമാണെന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് മാധ്യമങ്ങൾ കൂട്ടുവെക്കാൻ പാടില്ല ഒരു കാരണവശാലും. കേരളത്തിൻ്റെ ആരോഗ്യം ഇന്ത്യക്ക് മാതൃകയാണ്. പബ്ലിക് ഹെൽത്ത് സെൻറ്റർ മികച്ചതാണ്. അത് ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി. താലൂക്ക് ആശുപത്രികൾ, ജനറൽ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ റൗണ്ട് ക്ലോക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം മാറ്റമാണ്. അതിനകത്ത് ഏതെങ്കിലും സിസ്റ്റം കണ്ട് ഇതാകെ മോശമാണെന്നൊരു തരത്തിൽ സന്ദേശം പുറത്തേക്ക് പോയാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ആശുപത്രികളാ. വിമർശനങ്ങൾ തെറ്റില്ല, പക്ഷെ അതിനപ്പുറത്ത് ഈ സിസ്റ്റം ആകെ മോശമാണെന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുമ്പം അതിൻ്റെ ഗുണഭോക്താക്കൾ കേരളത്തിലെ ഇതിൻ്റെ ദുരന്തം പേറേണ്ടി വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖല മികച്ചത് തന്നെയാണ്. ലോകത്തെ മികച്ച ഡോക്ടർമാർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ്, ഒരു സംശയവും വേണ്ട. ലോകത്തിലെ മികച്ച ഡോക്ടർമാർ, മികച്ച ടീച്ചർമാർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ഇങ്ങനെ അത് ഒരു സുപ്രഭാതത്തിനുണ്ട്, കണ്ടിന്യൂസ് ആയി ഉണ്ടായതാ. അപ്പൊ ആരോഗ്യ മേഖല ലോകത്തിന് മാതൃക തന്നെയാണ്. ആ ആരോഗ്യ മേഖലയെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പം അതിൻ്റെ ദുരന്തം പേറേണ്ടി വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ട് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഇൻഡപ്തിൽ പോകുന്നില്ല, അതിലൊന്നും സ്പീക്കർ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന പ്രചരണം കാണുമ്പം ഒരുതരം നിരാശയെന്നാണ് എനിക്ക് അറിയാൻ തയ്യാറായത്. കാരണം ഇത് പൊളിഞ്ഞ് ആർക്കതിൻ്റെ ദോഷം? അത് തകർന്നു പോകും, അതിൻ്റെ ദുരിതം പേറേണ്ടി വരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരനാണ്. അതുകൊണ്ട് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം, അതിനപ്പുറത്ത് പ്രസ്താവനകൾ നടത്തുന്നവർ ഉത്തരവാദിത്വമുള്ള പ്രസ്താവന നടത്തണം. ഞാൻ ചില പ്രസ്താവന വായിച്ചുകൊണ്ട് പറയാം, എന്താ വെന്റിലേറ്ററിലാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരാതിൻ്റെ ദോഷം പേരേണ്ടി വരുന്നത്? സാധാരണക്കാരല്ലേ. അവർക്ക് എവിടെ ആശ്രയിക്കാൻ പറ്റുന്നു? ഇപ്പോഴും കോർപ്പറേറ്റ് പോകാൻ പറ്റുമോ? പറ്റില്ല. ആശുപത്രി, ഈ സർക്കാർ ആശുപത്രി പോകാൻ പറ്റും. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളും കടന്നു പോവാതെ ഇനിയും ഞാൻ